വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2015 പുറത്തിറങ്ങിയ ഒരു കന്നഡ മിസ്റ്ററി ഹൊറർ ത്രില്ലർ മൂവിയായ രംഗിതരംഗ എന്ന ചിത്രമാണ്. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ 2002 നടക്കുന്ന ഒരു ഇൻസിഡൻ്റാണ് കാണിക്കുന്നത്. രശ്മി എന്നൊരു പെൺകുട്ടി കാർ ഓടിച്ച് തനിയെ പോകുവാണ്. അവളാണെങ്കിൽ അന്നേരത്തേക്ക് പ്രഗ്നൻറ്റുമാണ്. അപ്പോഴാണ് അവൾക്കൊരു കോള് വരുന്നത്. വിളിച്ചത് അവളുടെ ഹസ്ബൻഡാണ്. വേഗം വരാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പോകുന്നതിനിടയിൽ പെട്ടെന്നാണ് തനിക്ക് വഴി തെറ്റിയെന്ന കാര്യം അവൾ മനസ്സിലാകുന്നത്. ഇപ്പോൾ പോകുന്നത് കമറിട്ടു എന്നൊരു ഗ്രാമത്തിലോട്ടാണ്. അത് പറഞ്ഞ് അവൾ ചിരിക്കുന്ന നേരം പൊടുന്നനെ വണ്ടിയുടെ സൈഡ് മിററിൽ പുറകിലായൊരു രൂപത്തെ കണ്ടവൾ ഭയപ്പെടുന്നു. അപ്പോൾ തന്നെ അവൾ ബ്രേക്ക് ഇടുകയും ചെയ്യുന്നു. ചുറ്റും ചിലങ്കയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. പേടിച്ചവൾ മിററിലൂടെ നോക്കുമ്പോൾ അന്നേരത്തേക്ക് അവിടെ ആരെയും കാണുന്നില്ല. കാറാണേൽ കഷ്ടകാലത്തിന് സ്റ്റാർട്ടാകുന്നുമില്ല. പെട്ടെന്ന് അവൾക്ക് വീണ്ടും ഹസ്ബൻഡിൻ്റെ കോള് വരുവാണ്. അന്നേരം വേഗം വരാമെന്ന് അയാൾ അവളെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും ആ കോൾ അവിടെ കട്ടാകുന്നു. പേടിച്ചവള് കയ്യിലിരുന്ന ടോർച്ച് എടുത്ത് കാറിന് പുറത്ത് അടിക്കുന്നുണ്ട്. പെട്ടെന്ന് തെയ്യം പോലൊരു രൂപം ആ കാറിന് മുകളിൽ ചാടി വീഴുവാണ്. അവളുടെ ഒരു അലർച്ച മാത്രമേ അപ്പോഴവിടെ കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നും ടൈറ്റിൽ കാർഡിട്ട് മൂവി സ്റ്റാർട്ടാകുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അടുത്ത സീനിൽ പാണ്ഡു എന്നൊരു പയ്യൻ ഓടിപ്പോകുന്നത് കാണിക്കുവാണ്. ഒരു കുഞ്ഞു പട്ടിയെ കണ്ടാണ് കക്ഷി ഓടുന്നത്. കൂട്ടുകാരിയായ സന്ധ്യ എന്ന പെൺകുട്ടിയും ഒപ്പമുണ്ട്. രണ്ടുപേരും ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു പബ്ലിഷറുടെ അടുത്തോട്ടാണ്. എന്തിനാന്ന് വെച്ചാൽ അവൾ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു നോവൽ ഈ അടുത്ത് വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓതറായിട്ടുള്ള അനുഷ്ക എന്ന ആളെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുമെന്നറിയാനാണ് രണ്ടുപേരും കൂടി അങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ ഇതും പറഞ്ഞുകൊണ്ട് ചെന്നാൽ ആ പബ്ലിഷർ ഒരിക്കലും ആ ഒരു അഡ്രസ്സ് തരാൻ പോകുന്നില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവർ മറ്റൊരു കള്ളം പറഞ്ഞിട്ടാണ് അങ്ങോട്ട് ചെന്നിരിക്കുന്നത്. അതായത് അനുഷ്കിൻ്റെ ആ ബുക്ക് അവരൊരു മൂവിയാക്കാൻ പോകുവാണെന്നും അത് സംവിധാനം ചെയ്യാൻ പോകുന്നത് പാണ്ഡുവാണെന്നും പറയുന്നു. അതേസമയം തന്നെ പബ്ലിഷർ ആവട്ടെ ആ അഡ്രസ്സ് തരാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം ആ റൈറ്ററുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അയാളുടെ പെർമിഷൻ ഇല്ലാണ്ട് തരാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ച് തന്നെ പറയുവാണ്. ആ റൈറ്റർ തൻ്റെ നോവലുകളെല്ലാം ഇതുവരെ അയച്ചുകൊണ്ടിരുന്നത് പോസ്റ്റ് ബോക്സ് വഴിയാണെന്നും പറയുന്നുണ്ട്. അത് കേൾക്കുന്ന സന്ധ്യ ആവട്ടെ അറ്റ്ലീസ്റ്റ് ആ പോസ്റ്റ് ബോക്സ് നമ്പറെങ്കിലും ഒന്ന് തരാമോ എന്ന് ചോദിച്ചാൽ പബ്ലിഷർ അതിന് സമ്മതിക്കുന്നില്ല. അന്നേരം തന്നെ സന്ധ്യ പെട്ടെന്ന് പാണ്ഡുവിനെ തള്ളിയിട്ടിട്ട് പബ്ലിഷറുടെ അനുഗ്രഹം വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് അവരുടെ ടേബിളിലിരുന്ന ആ ലെറ്റർ അടിച്ചു മാറ്റുവാണ്. സോ അതിലുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് ആളെ കണ്ടുപിടിക്കാനായിട്ട് അവൾ തീരുമാനിക്കുന്നു. അവിടുന്ന് സീൻ ഷിഫ്റ്റ് ചെയ്താൽ നമ്മുടെ മൂവിയുടെ ഹീറോ ആയിട്ടുള്ള ഗൗതമിനെയും വൈഫായിട്ടുള്ള ഇന്ദുവിനെയുമാണ് കാണിക്കുന്നത്. ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അനുഷ്ക എന്ന പേരുള്ള ആ റൈറ്റർ തന്നെയാണ് ഗൗതം. അതേസമയം ഗൗതമിൻ്റെ വൈഫായ ഇന്ദു അന്നേരത്തേക്ക് പ്രഗ്നൻ്റ് ആയിരുന്നു. ഹീറോയുടെ ബുക്കിന് വേണ്ടിയുള്ള കവർ പേജ് ഡിസൈൻ ചെയ്യുന്നത് ഇന്ദു തന്നെ ആയിരുന്നു. അന്നേരമാണ് അവിടെ ഇരുന്ന ഹരിണി എന്ന് പേരെഴുതിയ ഒരു ഡയറി ഹീറോ കാണുന്നത്. അതവനെ എടുത്തു നോക്കുമ്പോൾ അത് അപ്പുറത്തെ വീട്ടിലെ കൊച്ചിൻ്റെ ആണെന്നും അതൊന്നും വായിക്കാൻ പാടില്ലെന്നും പറഞ്ഞ് ഇന്ദു അവൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചു വെക്കുവാണ്. അടുത്ത സീനിൽ തൻ്റെ റൈറ്റിംഗ്സ് ഒക്കെ കൊറിയർ ചെയ്യാനായിട്ട് പോസ്റ്റ് ഓഫീസിലേക്ക് പോയിരിക്കുകയാണ് നമ്മുടെ ഹീറോ. അവിടെ ആവട്ടെ പുറത്തൊരു പയ്യൻ അതൊക്കെ എടുത്തു വെക്കാനായിട്ട് അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അന്നത്തെ രാത്രി കാണിക്കുമ്പോൾ ഹീറോ ബൈക്ക് ആക്സിഡൻ്റായി ചോരൊലിപ്പിച്ച് നിൽക്കുന്നത് ഒരു നൈറ്റ് മെയറായി കണ്ട് ഇന്ദു ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുവാണ്. പേടിച്ചു പോയി അവൾ എഴുന്നേറ്റ് ചെന്ന് ഫ്രിഡ്ജിൽ നിന്നും വെള്ളമെടുത്ത് കുടിക്കുന്നുണ്ട്. അന്നേരം അവിടെ ഒരു മരപ്പെട്ടി ഇരിക്കുന്നത് നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഗൗതം അവിടെ വന്ന് ഇന്ദുവിനെ ആശ്വസിപ്പിക്കുന്നു. എന്നാൽ ഗൗതമിൻ്റെ മൂക്കിൽ നിന്നും ചോര വരുന്നത് അവൾ കാണുന്നുണ്ടായിരുന്നു. അത് കാണുന്ന അവളാവട്ടെ തനിക്ക് വേഗം തന്നെ തൻ്റെ ഗ്രാമമായ കമറട്ടുവിലേക്ക് പോകണമെന്ന് പറയുവാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്ദു ജനിച്ചത് ആ കൊച്ചു ഗ്രാമത്തിലാണ്. മുത്തച്ഛൻ ഒരു പൂജാരിയായിരുന്നു. എന്നാൽ അയാൾ പെട്ടെന്നൊരു ദിവസം നാട് വിട്ടു പോവുകയും 2 വർഷത്തിനുള്ളിൽ തന്നെ മരണപ്പെടുകയും ചെയ്തു. ആ അമ്പലം പൂജ ചെയ്യാതെ കൈയൊഴിയപ്പെട്ടു. അതിലുണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നത് ഇന്ദുവിൻ്റെ വീട്ടിലാണ്. എന്നാൽ അയാളുടെ അമ്മയും അച്ഛനും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചതിൽ പിന്നെ എല്ലാ ആഭരണങ്ങളും പിന്നീട് സൂക്ഷിക്കുന്നത് ഇന്ദുവായിരുന്നു. ആ ക്ഷേത്രം അടച്ചതുകൊണ്ട് അവളുടെ കുടുംബത്തിൽ ദുർമരണങ്ങൾ സംഭവിക്കാനായിട്ട് തുടങ്ങി. ഇപ്പോൾ തന്നെ ഇന്ദുവിൻ്റെ ആദ്യത്തെ കുഞ്ഞ് മരിച്ചു പോയിരുന്നു. ഹീറോയ്ക്ക് മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്നതും കൂടെ കണ്ടതോടെ ഇനി അവനെ നഷ്ടപ്പെടുമോ എന്ന് ഇന്ദു ഭയക്കുവാണ്. അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിൽ പോയി ആ ഭൂതക്ഷേത്രത്തിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് മുത്തച്ഛൻ കൊണ്ടുവന്ന ആ ആഭരണങ്ങൾ തിരികെ അവിടെ വെച്ചാലേ മനസമാധാനമുള്ളൂ എന്ന് അവൾ പറയുവാണ്. അങ്ങനെ പോകാനായിട്ട് അവർ ഡിസൈഡ് ചെയ്യുവാണ്. അടുത്ത സീനിൽ സന്ധ്യയെ കാണിക്കുവാണ്. അവളുടെ കൂടെ ഉണ്ടായിരുന്ന പാണ്ഡുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂൺ അവർ പോകുന്നത് ഊട്ടിയിലേക്കാണ്. തനിക്ക് പോകാനുള്ള ആ റൈറ്ററുടെ അഡ്രസ്സും ഊട്ടിയിലായതുകൊണ്ട് തന്നെ അവളും കൂടെ കൂടുവാണ്.
അങ്ങനെ അവർ മൂന്നാളും കൂടിയിട്ട് ഹീറോയുടെ സ്ഥലമായിട്ടുള്ള ഊട്ടിയിലേക്ക് പോകുവാണ്. അതേസമയം ഗൗതം ആവട്ടെ ഇന്ദുവിനെയും കൂട്ടി ഊട്ടിയിൽ നിന്ന് ഇന്ദുവിന്റെ ഗ്രാമമായ കമറട്ടുവിലേക്ക് പോകുന്നു. കുറച്ചു ദൂരം അവരങ്ങനെ കാറിലാണ് പോകുന്നത്. എന്നാൽ ഗ്രാമത്തിലെത്താൻ ഒരു പുഴ കടക്കണം. അതിനായി അവർ ഒരു വഞ്ചിയിൽ പോകാൻ നിൽക്കുമ്പോൾ വഞ്ചിക്കാരൻ ഇന്ദുവിനെ കണ്ട് പേടിച്ച് വെള്ളത്തിലോട്ട് വീഴുവാണ്. അടുത്തു ചെന്ന ഹീറോ ആവട്ടെ ഞങ്ങൾ എന്നാ അക്കരെ എത്തിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പേടിയോടെ ഓക്കെ എന്ന് പറയുന്നുണ്ട്. എങ്കിലും ഇന്ദുവിനെ പേടിയോടെ തന്നെയാണ് അയാൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അക്കരെ എത്തിയ പാടെ റഫീഖ് എന്നൊരാളെ കാണുന്നുണ്ട്. അയാളുടെ കയ്യിൽ നിന്നും ഒരു ജീപ്പ് മേടിച്ച് അതിനുള്ള പൈസയും കൊടുത്തിട്ട് ഹീറോ ജീപ്പ് എടുത്തിട്ട് ഡെസ്റ്റിനേഷനിലേക്ക് പോകുവാണ്. എന്നാൽ അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോഴത്തേക്കും ഇന്ദു പെട്ടെന്ന് വണ്ടിക്ക് മുമ്പിൽ ഒരു ഭൂതത്തിന്റെ രൂപം കണ്ട് പേടിച്ചലറി വിളിക്കുന്നു. അത് കേട്ട ഹീറോ സഡൻ ബ്രേക്ക് ഇടുവാണ്. എന്നാൽ ആ കാഴ്ച ഇന്ദു മാത്രമേ കണ്ടിരുന്നുള്ളൂ. അവള് പറഞ്ഞതൊന്നും വിശ്വസിക്കാത്ത ഗൗതം ആവട്ടെ തനിക്ക് ഇല്ലൂഷൻ വന്നതാണെന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നു. രണ്ടാളും കൂടി പുറത്തിറങ്ങി നോക്കുമ്പോൾ പെട്ടെന്ന് ആരുടെയൊക്കെയോ അലർച്ച കേൾക്കാമായിരുന്നു. അതേസമയം കുറച്ച് ദൂരെ മാറി ലൈറ്റ് കാണുമ്പോൾ അതായിരിക്കും നമുക്ക് താമസിക്കാൻ റഫീഖ് ഏർപ്പാടാക്കിയ വീടെന്നും പറഞ്ഞിട്ട് ജീപ്പിൽ നിന്നിറങ്ങി രണ്ടാളും അങ്ങോട്ട് നടക്കാൻ തുടങ്ങുവാണ്. ലഗേജൊക്കെ നാളെ എടുക്കാമെന്നും പറഞ്ഞ് അവരിങ്ങനെ പയ്യെ നടന്നു പോകുന്നു. ഫൈനലി അവരാ വീട്ടിലെത്തുവാണ്. എന്നാൽ ആ വീട് തുറക്കാൻ നോക്കുമ്പോൾ ചാവിയില്ല. ഹീറോ അത് നോക്കാൻ പോയിരുന്ന നേരം പെട്ടെന്ന് ഒരു വൃദ്ധയുടെ രൂപം കണ്ട് പേടിച്ച് അവൾ അലറി വിളിക്കുവാണ്. നോക്കുമ്പോൾ അന്ധയായ ആ വൃദ്ധയാവട്ടെ ആൾക്കാർ വന്ന ശബ്ദം കേട്ടത് മനസ്സിലാക്കി വീടിൻ്റെ ചാവി കൊടുക്കാനായിട്ട് വന്നതാണ്. എന്നാൽ ചാവി കൊടുത്ത് ഒന്നും മിണ്ടാതെ വളരെ വിയേർഡായി തന്നെ ആ വൃദ്ധ നടന്നു പോകുവാണ്. അങ്ങനെ രണ്ടാളും കൂടി ആ വീടിനകത്ത് കയറി ചെന്ന് റെസ്റ്റ് എടുത്ത് ഉറങ്ങുവാണ്. എന്നാൽ കാലത്ത് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇന്ദുവിനെ അടുത്ത് കാണുന്നില്ല. ഹീറോ വേഗം ചാടി എഴുന്നേറ്റ് പുറത്തു പോയി നോക്കുമ്പോഴോ ഇന്ദു അന്നേരം കിണറ്റിൽ നിന്ന് വെള്ളം കോരുവാണ്. വെള്ളത്തിന് കുറച്ച് അത്യാവശ്യം വന്നപ്പോൾ ഉറങ്ങുന്ന ഗൗതമിനെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് കരുതി തനിയെ വന്നതാണെന്ന് അവൾ പറയുവാണ്. എന്നാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് തന്നെ എന്തോ ഒന്ന് അവളെ വലിക്കുന്നത് പോലെ അവൾ ആ കിണറ്റിലേക്ക് വീഴാൻ തുടങ്ങുന്നു. ഓടി വന്ന ഹീറോ ഒരു വിധത്തിൽ അവളെ പുറത്തെടുക്കുവാണ്. ടയർഡായ അവളെ ഹീറോ അകത്ത് കൊണ്ടുപോയി കിടത്തുന്നു. തിരികെ വന്ന് ആ കിണറ്റിലിപ്പോൾ എന്താണെന്നറിയാനായിട്ട് അങ്ങനെ നോക്കുന്ന നേരം കലിംഗ ഭട്ട എന്ന പേരുള്ള ഒരാൾ അങ്ങോട്ട് വരുവാണ്. നിങ്ങളിവിടെ ആദ്യമാണെന്ന് ഹീറോയുടെ അയാൾ ചോദിച്ച് പരിചയപ്പെടുന്നു. ഈ ഗ്രാമത്തിൽ ആദ്യമായിട്ടാണെന്ന് അവനും പറയുന്നുണ്ട്. അന്നേരം അടുത്ത് വന്ന കലിംഗയാവട്ടെ ഇങ്ങനെ കിണറിക്കൊന്നും നോക്കണ്ട കേട്ടോ, അതിനകത്ത് ബ്രഹ്മരാക്ഷസനുണ്ട്, അതകത്തേക്ക് വലിച്ചിടുമെന്ന് ഹീറോയോട് പറയുവാണ്. ഇത് കേൾക്കുന്ന ഹീറോ ആവട്ടെ ഇന്നത്തെ കാലത്ത് ഈ ഭൂതവും പ്രേതത്തെയൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമെന്ന് തിരികെ ചോദിക്കുവാണ്. എന്നാൽ അന്നേരം കലിംഗ പറയുന്നത് മറ്റൊരു കാര്യമാണ്. എല്ലാവരും പറയുന്നത് ഈ കിണറ്റിൽ ശരിക്കും ബ്രഹ്മരാക്ഷസനുണ്ടെന്നാണ്, കുറച്ച് ശ്രദ്ധിക്കണമെന്ന് അയാൾ അഡ്വൈസും ചെയ്ത് അവിടുന്ന് പോകുന്നു. എന്നാൽ അതേസമയം തന്നെ ഊട്ടിയിലെത്തിയ സന്ധ്യ ഒരു വിധത്തിൽ അവിടുത്തെ പോസ്റ്റ് ഓഫീസ് കണ്ടുപിടിച്ച് തൻ്റെ കയ്യിലുള്ള അഡ്രസ്സിലുള്ള ആളെപ്പറ്റി അന്വേഷിക്കുവാണ്. എന്നാൽ അവരും പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും തരാൻ പറ്റില്ല എന്ന് തീർത്ത് പറയുന്നു. അത് കേട്ട് നിരാശയോടെ പുറത്തിറങ്ങിയ അവളുടെ മുന്നിലേക്ക് അവിടെ മുൻപ് ഹീറോയെ കൊറിയറൊക്കെ എടുക്കാൻ സഹായിച്ച ആ പയ്യൻ വന്ന് ഒരു 100 രൂപ തരുവാണേൽ പുള്ളിക്കാരൻ അഡ്രസ്സ് തരാമെന്ന് പറയുവാണ്. അവൾ 100 രൂപ കൊടുക്കുമ്പോൾ അയാൾ വീണ്ടും ഒരു കാര്യം പറയുന്നു. ഇപ്പോൾ പോയാൽ ആളെവിടെ കാണില്ല, ആളിപ്പോൾ അവിടെ ഇല്ല, ആളെന്നെ കാണണമെങ്കിൽ അതിനുവേണ്ടി വീണ്ടും ഒരു 100 രൂപ തരാനായിട്ട് പറയുന്നു. സന്ധ്യ അതും കൊടുക്കുവാണ്. ഫൈനലി ആ ഗ്രാമത്തിലെ അഡ്രസ്സ് അവൾക്ക് കിട്ടുവാണ്. അതേസമയം ഹീറോ ആവട്ടെ റഫീഖിനെ പോയി കണ്ട് ആ കിണറ്റിൽ എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുണ്ടോ എന്ന് തിരക്കുവാണ്. കഴിഞ്ഞ ദിവസവും എന്തോ ഒരു സംഭവം കണ്ട് ഭാര്യ പേടിച്ച കാര്യവും അവൻ അയാളോട് പറയുന്നു. അപ്പോഴാണ് അയാൾ ഹീറോയോട് മറ്റൊരു കാര്യം പറയുന്നത്. ആ വീട്ടില് അങ്കാര എന്നൊരു ദുരാത്മാവുണ്ടെന്ന് നാട്ടുകാർ പലരും രാത്രിയിൽ അതിനെ കണ്ടിട്ടുമുണ്ട്. നിങ്ങൾ വന്ന ആ വഞ്ചി ഓടിച്ച വഞ്ചിക്കാരനില്ലേ, അയാളും ആ രൂപത്തെ കണ്ട് 2 ആഴ്ച പേടിച്ച് പനി പിടിച്ചിരിപ്പായിരുന്നു എന്നൊക്കെ. അപ്പോൾ അങ്കാരയാണോ ആ ബ്രഹ്മരാക്ഷസൻ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് റഫീഖ് പറയുന്നു. അടുത്ത സീനിൽ ഹീറോ ആ ഗ്രാമത്തിലെ പോസ്റ്റ് ഓഫീസിലേക്ക് പോകുവാണ്. നോക്കുമ്പോൾ അവിടെ ഏതാ കലിംഗ ഭട്ട് ഇരിക്കുന്നു. പുള്ളിക്കാരൻ അവിടുത്തെ പോസ്റ്റ് മാസ്റ്ററാണ്. ഹീറോ തനിക്ക് കുറച്ച് റൈറ്റിങ്സ് അയക്കാനുണ്ടെന്ന് അയാളോട് പറഞ്ഞാൽ നേരെ അത് പോസ്റ്റ് ഓഫീസിൻ്റെ അഡ്രസ്സിലേക്ക് തന്നെ അയച്ചോളാൻ പറഞ്ഞ് അഡ്രസ്സ് കൊടുക്കുന്നു. അന്നേരം തന്നെ അവിടുത്തെ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായിട്ടുള്ള ശങ്കർ അവിടെ എത്തുന്നു. അങ്ങനെ അയാളെയും ഹീറോ പരിചയപ്പെടുന്നുണ്ട്. അന്നേരം തന്നെ കലിംഗയാവട്ടെ തൻ്റെ യക്ഷഗാനം നടക്കുന്ന ഫംഗ്ഷനിലേക്ക് ഹീറോയെയും വൈഫിനെയും ഇൻവൈറ്റ് ചെയ്യുന്നു. ഹീറോയും അത് തൻ്റെ എഴുത്തുകൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് തിരിച്ചു പോകുന്ന വഴി റഫീഖിനോട് സാധനങ്ങൾ വീട്ടിലിറക്കിക്കൊന്ന് പറഞ്ഞ് അവൻ നടന്ന് മറ്റൊരു വഴി പോകുവാണ്. അന്നേരം അവിടെ ഒരു ലേഡിയെ കണ്ട് പെട്ടെന്ന് അവൻ ഞെട്ടുന്നു.
എന്നാൽ പിന്നീടാണ് അവർ വീടൊക്കെ വൃത്തിയാക്കുന്ന ലേഡിയാണെന്ന് അറിയുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ പ്രഗ്നൻ്റായ വൈഫിനെ സഹായിക്കാനായിട്ട് വീട്ടിലോട്ട് ഇടയ്ക്ക് ചെല്ലാനായിട്ട് അയാൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ആ ലേഡിയാവട്ടെ ഇങ്ങനെയുള്ള ഈ സ്ഥലത്തൊന്നും അധികം ഒറ്റയ്ക്ക് നടക്കാൻ പാടില്ല എന്ന് ഗൗതമിനെ വാൺ ചെയ്യുവാണ്. ഗൗതം ആവട്ടെ നടന്ന് ഒരിടത്തു നിന്നും അവനൊരു തിളക്കമുള്ള സാധനം കിട്ടുവാണ്. അതെന്താണെന്ന് അവൻ കയ്യിലെടുത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് ആരോ ഒരാൾ പുറകിലൂടെ അവനെ ആക്രമിക്കുന്നു. പോരാത്തതിന് അവനെ ഷൂട്ട് ചെയ്യാനും നോക്കുന്നുണ്ട്. എന്തോ തലനാരിഴയ്ക്ക് അവൻ രക്ഷപ്പെടുവാണ്. അതിനിടയിൽ ആ സ്ട്രേഞ്ചർ ഓടി രക്ഷപ്പെടുന്നു. അവിടെ നിന്നിറങ്ങിയ ഹീറോ നേരെ അവിടെയുള്ള ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു. എന്താ ചുറ്റും നടക്കുന്നതെന്ന് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അതേസമയം ഹീറോ പറഞ്ഞതനുസരിച്ച് ആ വേലക്കാരി പെണ്ണ് വീട് വൃത്തിയാക്കാനായിട്ട് ആ വീട്ടിലോട്ട് പോകുവാണ്. എന്നാൽ എത്ര തന്നെ പുറത്തുനിന്ന് വിളിച്ചിട്ടും ആരും താഴത്തോട്ട് വരുന്നില്ല. കാരണം ഹീറോയിൻ അന്നേരത്തേക്ക് മുകളിലായിരുന്നു. അവൾ പയ്യെ നടന്ന് താഴെ എത്തുമ്പോഴേക്കും ആ വേലക്കാരിയാവട്ടെ ഹീറോ ഊരിവെച്ച വാച്ച് അവിടെ കണ്ടതും അതെടുത്തുകൊണ്ട് അവിടുന്ന് പോകുവാണ്. എന്നാൽ പയ്യെ താഴെ വന്ന ഇന്ദു ആവട്ടെ നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. തോന്നിയതാവെന്ന് കരുതി അവൾ തിരിച്ച് നടന്നു പോകുന്നു. എന്നാൽ പെട്ടെന്ന് വല്ലാത്തൊരു ക്രീപ്പിയായ ശബ്ദം കേട്ട് അവൾ ഞെട്ടുവാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ആ ശബ്ദം കേട്ട ഭാഗത്ത് ഒരു ചേറ് താനെ കിടന്നാടുവാണ്. അത് കണ്ടവളെ പേടിച്ച് പുറകിലോട്ട് വീഴാൻ തുടങ്ങിയതും അവിടെ എത്തിയ ഗൗതം വന്ന് അവളെ പിടിക്കുവാണ്. അവൻ നോക്കുമ്പോഴും ആ ചെയർ ആടുന്നുണ്ട്. അടുത്തേക്ക് പോയി ആ ചെയറിൽ പിടിച്ചതും ഒരു കോഴി പെട്ടെന്ന് പറന്നു പോകുന്നു. നോക്കുമ്പോൾ അവിടെ പുറകിലായിട്ട് ഒരു പഴയ ഗ്രാമഫോണിൽ നിന്നായിരുന്നു ആ ശബ്ദം കേട്ടത്. അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഹീറോ ആ യക്ഷഗാനം നടക്കുന്ന ഫംഗ്ഷനിലോട്ട് പോകുവാണ്. അവിടെ വെച്ച് അവൻ ശങ്കറിനെയും കലിംഗയെയും മീറ്റ് ചെയ്യുന്നു. ഹീറോ അതിനിടെ മേക്കപ്പ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുടെ അടുത്ത് നിൽക്കുന്ന നേരം കാലിൽ മുറിവ് കിട്ടിയിരിക്കുന്ന ഒരാളെ കാണുവാണ്. അയാളെ കണ്ടപാടെ അത് കഴിഞ്ഞ ദിവസം അവൻ അറ്റാക്ക് ചെയ്ത ആ സ്ട്രേഞ്ചറാണെന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. കാരണം അവനായിരുന്നു ആ കാലിൽ അയാൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. അയാളെ പിടിക്കാനായിട്ട് അവൻ പുറകെ പോയെങ്കിലും അവൻ മിസ്സാകുവാണ്. അന്നേരം വീട്ടിലാവിടെ എന്തോ ഒരു റാന്തൽ വിളക്കെടുത്ത് പുറത്തോട്ട് പോകുവാണ്. കാരണം ഒരു ചിലങ്കയുടെ ശബ്ദം അവൾ കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് എന്തോ ഒരു രൂപത്തെ കണ്ട് അവൾ പേടിച്ചലർന്നു. കയ്യിലിരുന്ന റാന്തൽ വിളക്ക് വീണ് ഡ്രസ്സിലേക്ക് തീ പിടിക്കുവാണ്. എന്നാൽ ഭാഗ്യത്തിന് കറക്റ്റ് ടൈമിൽ അവിടെ എത്തിയ ഹീറോ അവളെ രക്ഷിക്കുവാണ്. പേടിച്ചു പോയി എന്തോ ആവട്ടെ എങ്ങനെയും വന്ന കാര്യം ചെയ്തു തീർത്ത് ഇവിടെ നിന്നും പോകാമെന്ന് പറയുന്നു. എന്നാൽ ഹീറോ അപ്പോഴേക്കും അത് അവളുടെ വെറും ഹാലൂസിനേഷൻ ആണെന്ന് പറയുന്നത്. അവളുടെ കയ്യിൽ മുറിവ് കണ്ട് ഡോക്ടറെ വിളിക്കാൻ അവൻ പോകാനിറങ്ങുമ്പോൾ എന്തോ ആവട്ടെ താൻ ഒറ്റയ്ക്ക് വിട്ട് പോവല്ലേന്ന് അവനോട് പറയുന്നുണ്ട്. എന്നാൽ അവനാവട്ടെ വേഗം വരാമെന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുവാണ്. എന്നാൽ ഹീറോ പോയ പാടെ വീണ്ടും അവിടെ അമാനുഷികമായ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങുവാണ്. എന്തൊക്കെയോ പേടിപ്പെടുത്തുന്ന രൂപങ്ങൾ അവൾ കാണുന്നു. ചിലങ്കയുടെ ശബ്ദങ്ങൾ അവളെ അസ്വസ്ഥയാക്കുന്നു. അന്നേരം പെട്ടെന്ന് അവൾ നോക്കി നിൽക്കി ഒരു ഭീകര രൂപം മുകളിൽ നിന്നും അവളുടെ നേരെ ചാടി വീഴുവാണ്. ആ മൊമെന്റിൽ തന്നെ അവൾ മിസ്സാകുന്നു. അടുത്ത സീനിൽ ഹീറോ പോലീസ് സ്റ്റേഷനിൽ ഭാര്യയെ കാണാനില്ലെന്ന് പരാതി പറയാനായിട്ട് ചെന്നിരിക്കുവാണ്. എന്നാൽ കുറച്ച് റഗഡായിട്ടുള്ള അവിടുത്തെ ഇൻസ്പെക്ടർ അവന് ഒരുപാട് കളിയാക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം തന്നെ 8 മാസം അവൾ പ്രഗ്നൻ്റ് ആണെന്നും അവൾ പുറത്തോട്ട് പോകാൻ ചാൻസ് ഇല്ലെന്നും അവൻ ആവലാതിയോടെ പറയുവാണ്. അതേസമയം ഇൻസ്പെക്ടർ അവളുടെ ഫോട്ടോ എടുത്ത് ചോദിച്ചാൽ ഹീറോയുടെ കയ്യിൽ ഒരു ഫോട്ടോ പോലും ഇല്ല. ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഫോട്ടോ എടുക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവരിതുവരെ ഫോട്ടോ എടുത്തിട്ടില്ല എന്നാണ് അവൻ പറയുന്നത്. അതേസമയം കല്യാണ ഫോട്ടോ എങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ 6 കൊല്ലം മുമ്പ് നടന്ന ഒരു ഫയർ ആക്സിഡൻറ്റിൽ അതെല്ലാം നശിച്ചു പോയെന്ന് പറയുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ആ പോലീസ് ഇൻസ്പെക്ടർ അവനെ വീണ്ടും കളിയാക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് ആ ഗ്രാമത്തിലേക്ക് സന്ധ്യ ഒരു വിധത്തിൽ അഡ്രസ്സ് തപ്പിപ്പിടിച്ച് ആ പോസ്റ്റ് ഓഫീസ് തേടി വന്നിരിക്കുന്നത്. അവൾ അകത്തിരുന്ന ലെറ്റേഴ്സൊക്കെ ഓരോന്നായി എടുത്തു നോക്കുന്നു. അത് കണ്ടുവന്ന കല്ലിങ്കയാവട്ടെ പെർമിഷൻ ഇല്ലാതെ എന്തിനാണ് ഇതൊക്കെ എടുക്കുന്നതെന്ന് ചോദിക്കുവാണ്. വന്ന കാര്യം അയാൾ അന്വേഷിക്കുമ്പോൾ അവൾ ഹീറോയുടെ അഡ്രസ്സ് ചോദിക്കുന്നു. അയാളുടെ അനുവാദം കിട്ടിയാൽ അത് തന്നേക്കാമെന്ന് അയാൾ പറയുന്നുണ്ട്. വീണ്ടും പോലീസ് സ്റ്റേഷനിൽ കാണിക്കുമ്പോൾ ഹീറോയും പോലീസ് ഓഫീസറും വഴക്കിട്ട് അവസാനം ആ കേസ് അന്വേഷിക്കാമെന്ന് അയാൾ പറയുന്നുണ്ട്. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് റഫീഖിനെയാണ്. ഈ നാട്ടിൽ ആദ്യമായി വരുന്നവരെ നീ ഹെൽപ്പ് ചെയ്യാറുണ്ടെന്നൊക്കെ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഹീറോയുടെ കാര്യം ചോദിക്കുമ്പോൾ റഫീഖ് പറയുന്നത് കേട്ട് നമുക്ക് തന്നെ കൺഫ്യൂഷനാകും. എന്താന്ന് വെച്ചാൽ ഹീറോയുടെ കൂടെ ഒരു ഭാര്യയെ അയാളെ കണ്ടിട്ടില്ലായിരുന്നത്രേ. അടുത്തതായി വീട്ടിൽ ക്ലീൻ ചെയ്യാൻ വരുന്ന ആ ലേഡിയെ ക്വസ്റ്റ്യൻ ചെയ്താൽ അവർ പറയുന്നതാവട്ടെ ആ വീട്ടിൽ പോയ സമയത്ത് അവിടെ അങ്ങനെ ഒരു പ്രഗ്നന്റ് ലേഡി ഉണ്ടായിരുന്നില്ല എന്നും അതുകൊണ്ട് തിരിച്ചു പോയി എന്നുമാണ്. ആ പോലീസുകാരൻ വിശദമായി പരിശോധിച്ച് എല്ലാ ഇൻവെസ്റ്റിഗേഷനും ഒടുവിൽ ഹീറോയെ കണ്ട ഒരു കാര്യം പറയുവാണ്. 6 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ആക്സിഡൻറ്റിൽ അവൻ്റെ വൈഫായ ഇന്ദു മരിച്ചുപോയെന്നും അവൾ കൂടെയുണ്ടെന്നത് ഹീറോയുടെ വെറും ഹാലൂസിനേഷനാണെന്നും പറയുന്നു. ഈ ഗ്രാമത്തിൽ വന്നത് നീ തനിച്ചായിരുന്നു.
തിരിച്ചു പോകൂ എന്ന് അയാൾ പറയുന്നു. എന്നാൽ ഇത് കേട്ട് ഹീറോയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല. അവനാകെ തകർന്നു പോകുവാണ്. അടുത്ത സീനിൽ കാണിക്കുമ്പോൾ അതേ പോലീസ് ഓഫീസർ ആ ഗ്രാമത്തലവനെ കണ്ട് ഹീറോയുടെ കംപ്ലൈൻറ്റിനെ പറ്റി പറയുന്നുണ്ട്. അന്നേരം ഹീറോയെ അറ്റാക്ക് ചെയ്ത ആ സ്ട്രേഞ്ചർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അയാൾ ആ ഗ്രാമത്തലവൻ്റെ അടിയാളായിരുന്നു. പോലീസ് ഓഫീസർ ഹീറോ സംശയിക്കുന്നത് ആ അടിയാളയാണെന്നും പറഞ്ഞ് അവയറായിട്ടിരിക്കാനായിട്ട് വാണിയും കൊടുത്ത് അവിടുന്ന് പോകുവാണ്. അതേസമയം ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഹീറോ ആവട്ടെ കലിംഗയെയും ശങ്കർ മാസ്റ്ററെയും കണ്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ്. എല്ലാവരും തൻ്റെ കൂടെ ഭാര്യയില്ലായിരുന്നെന്ന് പറഞ്ഞെന്നും നാട് വിട്ടുപോകാനായി പോലീസ് പറഞ്ഞെന്നും എല്ലാം. എന്നാൽ അത് കേൾക്കുന്ന കലിംഗയും ആ സ്കൂൾ ഹെഡ് മാസ്റ്ററും ഒരുപോലെ അവനോട് മറ്റൊരു കാര്യം പറയുവാണ്. അവരാരും ആ ഭാര്യയെ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നെന്ന്. പക്ഷേ തൻ്റെ ഭാര്യയെ കാണാൻ ഇടയായ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അയാളെയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ പോകാനായിട്ട് അവർ അഡ്വൈസ് ചെയ്യുവാണ്. അന്നേരമാണ് ഹീറോയ്ക്ക് ആ വഞ്ചിക്കാരനെ ഓർമ്മ വരുന്നത്. അയാളന്ന് ഇന്ദുവിനെ കണ്ട് ഭയന്നിരുന്നല്ലോ. സോ ഹീറോ നേരെ ചെന്ന് ആ വഞ്ചിക്കാരൻ്റെ വീട്ടിലെത്തുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് ആ ഷോക്കിംഗ് ന്യൂസ് അവൻ അറിയുന്നത്. കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ ആ വഞ്ചിക്കാരൻ പാമ്പ് കടിയേറ്റ് മരിച്ചുവെന്ന്. പോരാത്തതിന് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഭൂതത്തെ കണ്ടെന്നും പറഞ്ഞ് ഭ്രാന്ത് പിടിച്ചായിരുന്നത്രേ അയാൾ നടന്നിരുന്നത്. അതറിഞ്ഞ ഹീറോ ആകെ ഇല്ലാതാകുന്നു. അപ്പോഴാണ് ഗ്രാമത്തലവൻ്റെ ആ അടിയാളിനെ അവൻ കാണുന്നത്. ഹീറോ പുറകെ കുറെ ഓടിയെങ്കിലും അയാൾ രക്ഷപ്പെടുവാണ്. എന്നാൽ പെട്ടെന്ന് പുറകേന്ന് ആരോ വരുന്നത് പോലെ അവനെ ഫീൽ ചെയ്യുന്നു. അതാ സ്ട്രേഞ്ചർ തന്നെയാണെന്ന് ഉറപ്പിച്ച് അവൻ ഓങ്ങിയൊന്ന് കൊടുത്തതും അത് പക്ഷേ അവനെ തേടി വന്ന സന്ധ്യയായിരുന്നു. ബോധം കെട്ട അവളെ ഹീറോ ഒരു വിധത്തിൽ വീട്ടിലെത്തിക്കുന്നു. ബോധം തെളിഞ്ഞ അവളോട് നടന്ന എല്ലാ സംഭവങ്ങളും വിശദമായി പറയുന്നുണ്ട്. അത് കേട്ട സന്ധ്യയാവട്ടെ താനൊരു ജേർണലിസ്റ്റ് ആണെന്നും തനിക്ക് ഹീറോയെ രക്ഷിക്കാൻ പറ്റുമെന്ന് പറയുന്നു. അവൾ വേഗം പാണ്ഡവനെ വിളിച്ച് 6 വർഷങ്ങൾക്ക് മുമ്പ് ഹീറോ പറഞ്ഞതുപോലെ അങ്ങനൊരു ആക്സിഡന്റ് നടന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറയുന്നു. അതേസമയം തന്നെ ആ വീട്ടിലെത്തിയ റഫീഖ് ആവട്ടെ സന്ധ്യയെ കണ്ട് ഗൗതമിന്റെ ഭാര്യയാണോ തിരിച്ചു വന്നോ എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം ഹീറോ വന്ന് അത് തന്റെ ഭാര്യയല്ലെന്ന് പറയുന്നു. അടുത്ത സീനിൽ സന്ധ്യയും ഗൗതമും കൂടി ഇന്ദുവിനെ തേടി ഹീറോയെ ആ സ്ട്രേഞ്ചറെ അറ്റാക്ക് ചെയ്ത സ്ഥലത്തേക്ക് തന്നെ പോകുവാണ്. അപ്പോഴാണ് അവർ ആ കാഴ്ച കാണുന്നത്. പുഴയിൽ നിന്നും അനധികൃതമായി മണൽ കടത്തുന്നതാണ് അവർ കണ്ടത്. സന്ധ്യയാണെങ്കിൽ അത് ഫോണിൽ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ അതിനിടയ്ക്ക് ആ ഗ്രാമത്തലവൻ്റെ അടിയാൾ വന്ന് വീണ്ടും ഹീറോയെ പതുക്കെ വന്ന് ആക്രമിക്കുവാണ്. എന്നാൽ ഇത്തവണ ഹീറോയ്ക്ക് അവനെ കയ്യിൽ കിട്ടുന്നു. അന്നേരമാണ് അയാൾ പറയുന്നത് ഹീറോ ഒരു എഴുത്തുകാരനാണെന്ന് അറിയാവുന്ന ഗ്രാമത്തലവൻ ഇനി ഹീറോ എങ്ങാനും ന്യൂസ് റിപ്പോർട്ടർ ആകുമെന്ന് ഭയന്ന് തൻ്റെ ഇല്ലീഗൽ ബിസിനസ്സിൻ്റെ വിവരം പുറത്തു പോയാലെന്ന് കരുതിയാണ് ഹീറോയെ ആക്രമിക്കാനായിട്ട് നോക്കിയത്. അതിന് സപ്പോർട്ടായിട്ട് ആ പോലീസ് ഓഫീസറും ഉണ്ടായിരുന്നു. എന്നാൽ അത് കേൾക്കുന്ന ഹീറോ ആവട്ടെ അപ്പോഴും നിങ്ങൾ എൻ്റെ ഭാര്യയെ എന്തു ചെയ്തെന്നാണ് ചോദിക്കുന്നത്. പക്ഷേ അയാൾക്ക് അവളെ പറ്റി ഒന്നും തന്നെ അറിയില്ലായിരുന്നു. എന്നാൽ എല്ലാ കൊല്ലവും ഈ ഗ്രാമത്തിൽ ഓരോ പെണ്ണുങ്ങൾ കാണാതാവാറുണ്ടെന്ന നടുക്കുന്ന വിവരം അയാളുടെ വായെന്ന് ഹീറോ കേൾക്കുന്നുണ്ട്. സോ അവരെ പോലെ നിന്റെ ഭാര്യയും ഇനി തിരിച്ചു വരാൻ പോകുന്നില്ലെന്ന് അയാൾ ആക്രോശത്തോടെ പറയുന്നു. അത് കേട്ട ഹീറോ ആകെ അപ്സെറ്റായി നേരെ ചെന്ന് ശങ്കറിനെയും കലിംഗയെയും മീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഗർഭിണികൾ വർഷാവർഷം കാണാതാകുന്നതിനെ പറ്റി ചോദിക്കുവാണ്. അന്നേരം ആ ഹെഡ് മാസ്റ്റർ മുൻപ് നടന്ന ഒരു ഇൻസിഡൻറ്റിനെ പറ്റി പറയുന്നു. ഈ ഗ്രാമത്തിൽ മുൻപ് അങ്കാര എന്നൊരാളുണ്ടായിരുന്നു. എല്ലാ വർഷവും ഗ്രാമത്തിലെ ഉത്സവത്തിൽ ഭൂതക്കാലം വേഷം കെട്ടിയാടുന്നത് അയാളായിരുന്നു. എന്നാൽ 2001 ആ ആള് വേഷമണിയാൻ വന്നിട്ടില്ല. അയാൾക്ക് എന്തു പറ്റിയെന്ന് ആർക്കും അറിയില്ലായിരുന്നു. എന്നാൽ ഒരു ദിവസം തല പോയ അങ്കാരയുടെ ജഡം ഒരു മരത്തിൽ തൂങ്ങിയാടിയ നിലയിൽ കാണുന്നു. അവൻ്റെ മരണം ആത്മഹത്യയാണെന്നും അതല്ല മറിച്ച് ബ്രഹ്മരക്ഷസ് കൊന്നതാണെന്നുമെല്ലാം ആളുകൾ പറയുന്നുണ്ട്. അയാൾ മരിച്ചതിന് ശേഷം അയാളെ കാണാതായ ജൂലൈ 7 എന്ന ആ ഡേറ്റ് കഴിഞ്ഞ് 11ാം ദിവസം അയാളുടെ ജഡം കിട്ടിയ അതേ സ്ഥലത്ത് തീ കത്തുന്നതും എന്തൊക്കെയോ അലർച്ചയും കേൾക്കാറുണ്ടത്രേ. ഇന്നും ഇതെല്ലാം ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. അങ്കാരയുടെ ആത്മാവാണ് അതെല്ലാം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പോരാത്തതിന് ആ ഇൻസിഡൻറ്റിന് ശേഷം ഗ്രാമത്തിലെ ഉത്സവത്തിന് മുൻപ് ഓരോ പെൺകുട്ടികളെ കാണാതാവാറുമുണ്ട്. ചിലപ്പോൾ ഇത്തവണത്തെ അങ്കാരയുടെ ഇര നിങ്ങളുടെ ഭാര്യയായിരിക്കും എന്നയാൾ പറയുവാണ്. എല്ലാം കേട്ട് ടെൻഷൻ അടിച്ച് ഹീറോ അവിടെ നിന്നും തിരിച്ചു പോകുന്ന നേരം വഴി തടഞ്ഞ പോലീസ് ഇൻസ്പെക്ടർ കൂടെയുള്ള സന്ധ്യയെ കണ്ട് ഭാര്യയെ കിട്ടിയോന്ന് ചോദിക്കുന്നു. ഇവള് തൻ്റെ ഭാര്യയല്ലാന്നും ഫ്രണ്ടാന്നും പറയുമ്പോൾ ഭാര്യ പോയ ചൂടാറും മുമ്പേ ഫ്രണ്ടിനെയും കൊണ്ട് വന്നില്ലേ എന്ന് അയാൾ ഹീറോയെ പരിഹസിക്കുന്നു. ഇവിടെ നടന്ന കാര്യങ്ങളിലൊന്നും കൈ കടത്താൻ നിൽക്കാണ്ട് തിരിച്ചു പോകുമെന്ന് പറഞ്ഞ് അയാൾ സന്ധ്യയുടെ കയ്യിലിരുന്ന ഫോൺ പിടിച്ചെടുക്കുവാണ്. എന്നാൽ ഫോൺ പോയ വിഷമം അവൾക്കില്ലായിരുന്നു. കാരണം അവളെടുത്ത വിഷ്വൽസ് എല്ലാം തന്നെ അവൾ ഒളിച്ചു വെച്ച SD കാർഡിൽ ഭദ്രമായിട്ടുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്നൊരു ഐഡിയ തോന്നിയ രണ്ടാളും മിസ്സായ ആ പെൺകുട്ടികളുടെ ഡീറ്റെയിൽസൊക്കെ എടുക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിലായിട്ട് തന്നെ പോകുവാണ്.
കാരണം ഇൻസ്പെക്ടർ ഇപ്പോൾ അവിടെ ഇല്ലല്ലോ. അങ്ങനെ ആരും കാണാതെ അവർ തപ്പാൻ തുടങ്ങുവാണ്. ഫൈനലി അവർക്ക് ആ ഫയൽ കിട്ടുവാണ്. അതിൽ നിന്നും അവർക്ക് മനസ്സിലാകുന്നത് അങ്കാര മരിക്കുന്നത് 2001 ജൂലൈ 7-നാണ്. അതിനുശേഷം എല്ലാ പെൺകുട്ടികളും മിസ്സാകുന്നത് ജൂലൈ 7-ന് തന്നെയായിരുന്നു. ഇൻഫാക്ട് ഇന്ദു പോലും അതേ ഡേറ്റിലാണ് മിസ്സായത്. അവളിത് 12ാമത്തെ പെൺകുട്ടിയായാണ് മിസ്സാകുന്നത്. എന്നാൽ അപ്പോഴേക്കും പുറത്തുപോയ പോലീസ് ഇൻസ്പെക്ടർ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പുറത്താവട്ടെ ഹീറോയുടെ ജീപ്പും കിടക്കുന്നുണ്ട്. അത് കണ്ട് എന്തോ പന്തികേട് തോന്നിയ അയാൾ വേഗം സ്റ്റേഷനകത്ത് ചെന്ന് നോക്കുമ്പോൾ എല്ലാ പോലീസ് ഓഫീസേഴ്സും അകത്ത് നല്ല ഉറക്കത്തിലായിരുന്നു. അയാൾ എല്ലാവരെയും വഴക്ക് പറഞ്ഞ് വിളിച്ചുണർത്തി എല്ലാ മുക്കുമൂലയും സെർച്ച് ചെയ്യാനായിട്ട് പറയുവാണ്. അവരങ്ങനെ സെർച്ച് ചെയ്യേണ്ട നേരത്ത് ഇതൊക്കെ മനസ്സിലാക്കിയ ഹീറോയും സന്ധ്യയും അവിടെ ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുവാണ്. ഫൈനലി ആ പോലീസുകാരുടെ കണ്ണിൽ പെടാതെ അവരങ്ങനെ എങ്ങനെയൊക്കെയോ പുറത്തേക്ക് എസ്കേപ്പ് ആകുന്നു. അടുത്ത ദിവസമായി പാണ്ഡു സന്ധ്യയ്ക്ക് വിളിച്ച് അന്നത്തെ ആ ആക്സിഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുവാണ്. അന്ന് നടന്ന ആ ആക്സിഡൻറ്റിൽ ഹീറോയ്ക്കും ഇന്ദുവിനും പുറമെ ഹരിണി എന്നൊരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. ആ ആക്സിഡൻറ്റിൽ ഇന്ദുവും ഗൗതവും മരണപ്പെട്ടു. എന്നാൽ ഹരിണിയെ പറ്റി പിന്നീട് ഒരു ഇൻഫർമേഷനും ഉണ്ടായിട്ടില്ല. അവൾ അന്ന് തൊട്ട് മിസ്സിംഗ് ആണെന്ന്. ഇത് കേട്ട ഹീറോ ആവട്ടെ വീണ്ടും ആകെ കൺഫ്യൂഷൻ ആകുവാണ്. ആദ്യം ഭാര്യയാണ് മരിച്ചെന്ന് പറയുന്നത്, ഇപ്പോൾ അവനും മരിച്ചെന്ന് പറയുന്നു. എന്നാൽ അന്നേരമാണ് ഹരിണി എന്ന പേര് അവന് സ്ട്രൈക്ക് ആകുന്നത്. കഥയുടെ തുടക്കത്തിൽ കണ്ട ആ ഡയറിക്കകത്തും ആ പേരാണ് ഉണ്ടായിരുന്നത്. അവൻ അതെന്താണെന്ന് അറിയാനായിട്ട് അവൻ്റെ ആ വീട്ടിലേക്ക് തന്നെ പോകുവാണ്. അവിടെ മുഴുവൻ അരിച്ചു പിറക്കി അവസാനം ആ ഡയറി അവന് കിട്ടുന്നുണ്ട്. എന്നാൽ അതിലെ ഓരോ കാര്യങ്ങളും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോകുവാണ്. എന്താന്ന് വെച്ചാൽ സത്യത്തിൽ അവൻ ഇന്ദു എന്ന് കരുതിയിരുന്ന അവൻ്റെ ഭാര്യയാണ് ഹരിണി. ആ ഡയറി ഹരിണിയുടേതാണ്. അതിലുള്ളതെല്ലാം തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്നു. സോ നമ്മൾ ഇതുവരെ ഇന്ദുവാണെന്ന് തെറ്റിദ്ധരിച്ച് കണ്ടിരുന്ന ആളാണ് ഹരിണി. ഈ ഹരിണി ഒരു ഓർഫനാണ്. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഗൗതമും ഇന്ദുവും. ഇവിടെ ഈ ഗൗതം എന്ന് പറയുന്നത് നമ്മുടെ ഹീറോ അല്ലാട്ടോ, അത് മറ്റൊരാളാണ്. സോ 6 വർഷങ്ങൾക്ക് മുൻപുണ്ടായ ആ ആക്സിഡൻറ്റിൽ യഥാർത്ഥത്തിൽ മരണപ്പെട്ടത് ആ റിയൽ ആയിട്ടുള്ള ഇന്ദുവും ഗൗതവുമായിരുന്നു. ഹരിണിയെ സ്ഥിരമായി ഒരു പയ്യൻ ശല്യം ചെയ്യാറുണ്ടായിരുന്നു. ഒരിക്കൽ കാറിൽ പോകുമ്പോൾ അയാൾ അവളെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നു. അയാളുടെ ഉപദ്രവം താങ്ങാൻ വയ്യാതായപ്പോൾ അവൾ അവസാനം ഒരു ഘട്ടത്തിൽ അവനെ വണ്ടിയെടുത്ത് ഇടിച്ച് ആ സ്പോട്ടിൽ തന്നെ കൊല്ലുന്നു. എന്നാൽ താൻ ചെയ്ത കുറ്റത്തിൻ്റെ കുറ്റബോധം അവളെ വേട്ടയാടാൻ തുടങ്ങുന്നു. ആ ഗിൽറ്റിൽ അവൾ നേരെ ചെന്ന് റിയൽ ആയിട്ടുള്ള ഇന്ദുവിനോടും ഗൗതത്തിനോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സഹായം ചോദിക്കുന്നു. അവരാണേൽ മുൻപ് പറഞ്ഞതുപോലെ ഇന്ദുവിൻ്റെ ഗ്രാമമായ കമറട്ടുവിലേക്കുള്ള യാത്ര പോകാനായിട്ട് ഡിസൈഡ് ചെയ്തിരിക്കുന്ന സമയമാണ്. സോ അവരും ഹരിണിയെ കൂടെ കൂട്ടുവാണ്. കഥ ഇത്രയായ സ്ഥിതിക്ക് ഇനി നമ്മുടെ ഹീറോ ആരാണെന്നല്ലേ? അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ പാസ്റ്റ് കാണിക്കുന്നത്. അവൻ്റെ പേര് സിദ്ധാർത്ഥ് എന്നാണ്. വാസ്തവത്തിൽ അവൻ സന്ധ്യയുടെ ലവറായിരുന്നു. അവളിവിടെ എത്തിയത് തന്നെ അവന് റൈറ്റിംഗ്സ് ഒക്കെ വായിച്ച് അതിൽ മെൻഷൻ ചെയ്തിരുന്ന പല ഡീറ്റെയിൽസും അവൾക്ക് അവളുടെ ലൈഫുമായി കണക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് തൻ്റെ കാണാതായ കാമുകനാണോ എന്നറിയാനാണ് സന്ധ്യ ഇവിടെ വരെ എത്തിയത്. കല്യാണത്തിന് മുൻപ് ഒരു ലോങ് ഡ്രൈവ് പോയി വരാമെന്ന് പറഞ്ഞ് പോയ ആളാണ് സിദ്ധാർത്ഥ്. പിന്നീട് അവൾ കാണുന്നത് ദേ ഇപ്പോഴാണ്. എന്നാൽ താൻ തന്നെയാണ് സിദ്ധാർത്ഥിൻ്റെ യഥാർത്ഥ കാമുകിയെന്ന് അവൾ അന്നേരം ഹീറോയോട് പറയുന്നില്ല. എന്താന്ന് വെച്ചാൽ ഈ 6 വർഷങ്ങൾക്കിടയിൽ എന്തൊക്കെ സംഭവിച്ചുവെന്ന് അവൾക്ക് അറിയണമായിരുന്നു. ഇനി യഥാർത്ഥത്തിൽ പാസ്റ്റിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ലോങ് ഡ്രൈവിനായിട്ട് സിദ്ധാർത്ഥ് പോയ വഴിയുടെ ഓപ്പോസിറ്റ് വഴിയിലൂടെയാണ് ഇന്ദുവും ഗൗതമും ഹരിണിയും കൂടി കമറട്ടു ഗ്രാമത്തിലേക്ക് പോകുന്നത്. ഇടയ്ക്ക് വെച്ച് വഴി അറിയാതെ അവർ കാർ ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്യുവാണ്. അവിടെ വെച്ച് ആ വഞ്ചിക്കാരൻ ഹരിണിയെ കാണുന്നു. ഹരിണിയാവട്ടെ കമറട്ടു ഗ്രാമത്തിലേക്കുള്ള വഴി ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് അതൊരു ശാപം പിടിച്ച ഗ്രാമമാണെന്നും അങ്ങോട്ട് പോകണ്ടെന്നുമാണ്. ഇതും പറഞ്ഞ് അയാൾ അവിടുന്ന് പോയ സമയത്താണ് ഹീറോയുടെ ബൈക്ക് ആ കാറിലിടിച്ച് ആക്സിഡൻ്റ് ആകുന്നത്. ആ ആഘാതത്തിൽ കാർ ഒരു കൊക്കയിലേക്ക് മറിഞ്ഞ് പൂർണ്ണമായി തകരുന്നു. എന്നാൽ ഹരിണി മാത്രം കാറിൽ നിന്ന് തെറിച്ച് പുറത്തു വീഴുന്നു. ഒപ്പം തന്നെ ആ ആഭരണങ്ങളൊക്കെ വെച്ച പെട്ടിയും ഉണ്ടായിരുന്നു. പക്ഷേ ഗൗതമും ഇന്ദുവും സ്പോട്ടിൽ തന്നെ മരണപ്പെടുന്നു. ബൈക്കിലുണ്ടായിരുന്ന സിദ്ധാർത്ഥ് എങ്ങനെയൊക്കെ എഴുന്നേറ്റ് അവരെ രക്ഷിക്കാനായി ശ്രമിച്ചെങ്കിലും അവിടെ തന്നെ പൊടുന്നനെ മയങ്ങി വീഴുന്നു. സോ ആ ആക്സിഡന്റിൽ നിന്ന് ആകെപ്പാടെ രക്ഷപ്പെടുന്നത് ഹീറോയും ഹരിണിയും മാത്രമാണ്. തലയ്ക്ക് സാരമായി പരിക്കേറ്റ സിദ്ധാർത്ഥിന് മുൻപ് നടന്നതൊന്നും ഓർമ്മയില്ലാതാകുന്നു. സോ ഹരിണി ആ അവസരം മുതലെടുത്ത് കൊലപാതക കേസിൽ പെടാതിരിക്കാനായിട്ട് അവൾ ഇന്ദുവാണെന്ന് പറയുന്നു.
കൂടെയുള്ളത് ഭർത്താവ് ഗൗതമാണെന്നും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോകെ ഹീറോയുടെ റിയാലിറ്റി അത് തന്നെയായി മാറുവാണ്. അവൻ തന്റെ ഭാര്യയായി കരുതി ഹരിണിക്കൊപ്പം ജീവിക്കുന്നു. അവൾ ഗർഭിണിയുമാകുന്നു. സത്യമെല്ലാം പലപ്പോഴും പറയാനായിട്ട് തുടങ്ങിയതാണ്. എന്നാൽ അവനോടുള്ള ഇഷ്ടം കൊണ്ട് അവൾ അത് പറയാതെ വെക്കുന്നു. എല്ലാം ആ ഡയറിയിൽ നിന്ന് ഹീറോ നേരത്തേക്ക് അറിയുന്നുണ്ടായിരുന്നു. കൂടാതെ ആ പെട്ടിക്കകത്തുണ്ടായിരുന്ന ആഭരണങ്ങൾ ഇന്ദുവിന്റെ ആഗ്രഹം പടി ആ അമ്പലത്തിൽ എത്തിക്കാനായിട്ടാണ് അവള് ഹീറോയെയും കൂടിയിട്ട് ആ ഗ്രാമത്തിലേക്ക് വന്നത്. എല്ലാം വായിച്ചറിഞ്ഞ് ഒത്തിരി വിഷമത്തിലാണ് ഹീറോ എങ്കിലും അന്നേരവും അവൾ തൻ്റെ ഭാര്യയാണെന്നും അവളുടെ വയറ്റിലുള്ളത് തൻ്റെ കുഞ്ഞാണെന്നും അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിക്കണമെന്നും ഹീറോ പറയുവാണ്. ഹീറോടൊപ്പം അവളെ കണ്ടുപിടിക്കാനായി സന്ധ്യയും കൂടെ കൂടുവാണ്. അങ്ങനെ അവർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഫയലൊക്കെ എടുത്ത് നോക്കുമ്പോൾ 2001 അനസൂയ ഭട്ട് എന്ന ലേഡിയാണ് ആദ്യമായി മിസ്സിംഗ് ആയതെന്ന് അറിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത് മിസ്സായത് രശ്മി എന്ന് പറയുന്ന ലേഡി. അവരെയാണ് നമ്മൾ മൂവിയുടെ തുടക്കത്തിൽ കണ്ടത്. ഹീറോയും സന്ധ്യയും കൂടെ ആ രശ്മിയുടെ ഭർത്താവിനെ ചെന്ന് കാണുവാണ്. എന്നാൽ അയാൾക്കും കൂടുതലൊന്നും അറിയില്ലായിരുന്നു. 13 വർഷം കഴിഞ്ഞിട്ടും അവളെപ്പറ്റി ഒരു വിവരമില്ലെന്ന് അയാൾ പറയുവാണ്. തൻ്റെ കുഞ്ഞും ഭാര്യയും പോയെന്ന് പറഞ്ഞ് അയാൾ വിഷമിക്കുമ്പോഴാണ് ഹീറോ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ആളുടെ വൈഫും ഗർഭിണിയായിരുന്നു. അപ്പോഴാണ് സന്ധ്യ ഒരു കാര്യം പറയുന്നത്. പോലീസിൽ നിന്ന് കിട്ടിയ ഡീറ്റെയിൽസ് അനുസരിച്ച് മിസ്സായ പെൺകുട്ടികളിൽ 7-8 പേര് ഷുവറായിട്ടും പ്രഗ്നൻ്റ് ആണ്. ബാക്കിയുള്ളവരുടെ കാര്യം മാത്രം കൺഫേം ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ റിലേറ്റീവ്സിനൊക്കെ വിളിച്ചു ചോദിക്കുമ്പോൾ അവരിൽ പലർക്കും ഒന്നും തന്നെ അറിയില്ലായിരുന്നു. അപ്പോഴാണ് ഹീറോ തന്നെ ഡൗട്ട് പറയുന്നത്. ഒരു ലേഡി പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ അത് ആദ്യം പറയുന്നത് അതവളുടെ ഭർത്താവും പിന്നീട് ഡോക്ടറും ആയിരിക്കും. സോ ഇവിടെ ഭർത്താവ് അവളെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് അത് ചെയ്യാനുള്ള സാധ്യത ഉള്ളത് ഡോക്ടർ തന്നെയാണ്. ഈ ഗ്രാമത്തിലാണെങ്കിൽ ഒരൊറ്റ ക്ലിനിക്കേ ഉള്ളൂ, അവിടെ ഒരേ ഒരു ഡോക്ടറും. സോ നമുക്കിപ്പോൾ തന്നെ ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞ് അവർ ആ ഡോക്ടറെ അടുത്തേക്ക് പോകുവാണ്. ആ ഡോക്ടറോട് ചോദിക്കുമ്പോൾ അയാൾ ആദ്യം കാര്യമൊന്നും അറിയില്ല എന്ന് പറയുന്നു. എന്നാൽ ഒന്ന് മിരട്ടി ചോദിക്കുമ്പോൾ അയാൾക്ക് തനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയുവാണ്. അയാൾ ആദ്യമായിട്ട് ആ ഗ്രാമത്തിൽ നിന്നും മിസ്സായ അനസൂയ ഭട്ട് എന്ന പെണ്ണിനെ പറ്റിയാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ പെണ്ണും ഡോക്ടറും കോളേജ് ടൈമിൽ പ്രണയത്തിലായിരുന്നു. എന്നാൽ അവളുടെ ഗ്രാമത്തിൽ പോയി കുറച്ചു കഴിഞ്ഞ് ഫാമിലി ഫോഴ്സ് ചെയ്ത് അവളുടെ മാരേജ് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. എന്നാൽ ഡോക്ടർ ആയതിനു ശേഷം അയാൾ ആ ഗ്രാമത്തിൽ വന്നപ്പോൾ അനസൂയയെ വീണ്ടും കണ്ടപ്പോൾ ആ പ്രണയം വീണ്ടും കരുത്താർജിച്ച് അത് പിന്നീട് അങ്ങനൊരു അവിഹിത ബന്ധമായി തുടർന്നു. അതിനൊടുക്കം അവൾ ഗർഭിണിയുമായി. ഒരിക്കൽ അവളുടെ വീട്ടിൽ ഈ ഡോക്ടർ അവളുടെ കൂടെ നിൽക്കുന്ന സമയത്ത് അവളുടെ സ്വന്തം ഭർത്താവ് അങ്ങോട്ട് വരുവാണ്. അതേസമയം ഇയാൾ അവിടുന്ന് ഓടിപ്പോകുന്നു. ഭാര്യയുടെ റൂമിൽ നിന്നും ഒരുത്തൻ ഓടുന്നത് ആ ഭർത്താവ് കാണുന്നുമുണ്ട്. എന്നാൽ അടുത്ത ദിവസം ആ ഡോക്ടർ അറിയുന്നത് അവളുടെ മിസ്സിംഗ് ന്യൂസ് ആണ്. മാത്രവുമല്ല അവൾ മിസ്സായ അതേ ദിവസം തന്നെയാണ് അങ്കാരയുടെ മരണമുണ്ടായതും. അവിടെ നിന്ന് 11ാം ദിവസം ആ മലമുകളിൽ അവളുടെ അലർച്ച കേട്ടുവെന്ന് അയാൾ വിഷമത്തോടെ പറയുന്നുണ്ട്. എല്ലാ ജനങ്ങളും പറയുന്നത് അങ്കാരയുടെ ദുരാത്മാവാണ് അനസൂയയെ കൊണ്ടുപോയതെന്നാണ്. ഇതൊക്കെ കേട്ട് ഒരു തുമ്പും കിട്ടാതിരുന്ന ഹീറോ ആവട്ടെ അവിടെ നിന്നും നേരെ ചെന്ന് മാസ്റ്ററിനെയും കലിംഗയെയും കാണുന്നു. എന്നിട്ട് ഇക്കഥയെല്ലാം അവരോട് പറയുവാണ്. അന്നേരം അവരും പറയുന്നത് എല്ലാത്തിനും കാരണം ആ ഡോക്ടർ തന്നെയായിരിക്കുമെന്നാണ്. അപ്പോഴാണ് സന്ധ്യ അവിടെ ചുമരിൽ ഒരു പെണ്ണിൻ്റെ ഫോട്ടോ കാണുന്നത്. അത് ആരുടേതാണെന്ന് അവൾ കലിംഗയോട് ചോദിക്കുമ്പോൾ കലിംഗ പറയുന്നത് അത് തൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ ഭാര്യയാണെന്നാണ്. പേര് അനസൂയ ഭട്ടെന്നും. എന്നാൽ ആ പേര് കേട്ട് രണ്ടാളും ഒന്ന് ഷോക്കാക്കുന്നു. അവിടെ നിറങ്ങിയ പാടെ ഹീറോ തൻ്റെ ഡൗട്ട് അവളോട് പറയുവാണ്. ഈ ഗ്രാമത്തിൽ വേണ്ടത്ര ഫെസിലിറ്റീസ് ഇല്ല. സോ ഒരാൾ പ്രഗ്നൻ്റ് ആയാൽ ടെസ്റ്റൊക്കെ പുറത്തെ ഹോസ്പിറ്റലിലേക്കാണ് അയക്കുക. അപ്പോൾ പിന്നെ റിസൾട്ടൊക്കെ വരുന്നത് പോസ്റ്റ് ഓഫീസ് വഴിയാകും. സോ ഡോക്ടറും ഫാമിലി മെമ്പേഴ്സും അല്ലാതെ ഒരു ലേഡി പ്രഗ്നൻ്റ് ആണെന്ന വിവരം പോസ്റ്റ് മാസ്റ്ററും അറിയുമല്ലോ എന്ന്. ആദ്യമായി ഈ ഗ്രാമത്തിൽ കാണാതായ പെണ്ണ് കലിംഗയുടെ ഭാര്യ തന്നെയാണ്. സോ ഇവിടെ നടക്കുന്ന മിസ്സിങ്ങുകൾക്ക് പിന്നിൽ കലിംഗ തന്നെയാകുമെന്ന്. അങ്ങനെയാണെങ്കിൽ തൻ്റെ ഭാര്യയെയും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അയാൾ തന്നെയായിരിക്കുമെന്ന് അവൻ പറയുവാണ്. അപ്പോഴാണ് പാസ്റ്റിൽ കലിംഗയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2001 അയാൾ തൻ്റെ ഭാര്യയോടൊപ്പം വളരെ സന്തോഷത്തോടെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ആ ഇടയ്ക്ക് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിൽ വന്നാൽ അയാൾ കാണുന്നത് അവൻ്റെ മുറിക്കകത്തു നിന്നും ആരോ ഓടിപ്പോകുന്നതാണ്. ഒരടിവസ്ത്രം മാത്രമിട്ട് തൻ്റെ ഡ്രസ്സൊക്കെ വാരിപ്പറക്കി ഓടുന്ന അയാളെ കണ്ടപ്പോൾ അത് തൻ്റെ ഭാര്യയുടെ കാമുകനാണെന്ന് അയാൾക്ക് മനസ്സിലായി. എന്നാൽ മുഖം മാത്രം വ്യക്തമായില്ല. അന്നേരം അതാരാണെന്ന് അവളോട് എത്ര തന്നെ ചോദിച്ചിട്ടും അവൾ അതിന് മറുപടി കൊടുത്തില്ല. ദേഷ്യം എന്ന കലിംഗയാവട്ടെ അവിടെ ഇരുന്നൊരു വാളെടുത്ത് അവളെ വെട്ടാനായിട്ട് ഓടുവാണ്. അവളാണെങ്കിൽ നിറവയറുമായി ജീവനും കൊണ്ട് അവിടുന്ന് ഓടുന്നു.
അങ്ങനെ ഓടിപ്പോകുമ്പോൾ അവിടെ അങ്കാര നിൽക്കുന്നുണ്ടായിരുന്നു. പേടി തോന്നി അവള് അയാളുടെ പുറകിൽ ഒളിക്കുന്നു. എന്നാൽ കലിപ്പോടെ അവിടെ എത്തിയ കലിങ്കയാവട്ടെ, ഇവനാണല്ലേ അപ്പോൾ നിന്റെ കള്ളക്കാമുകൻ എന്ന് പറഞ്ഞ് അയാൾ എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുമ്പേ ആ പാവം അങ്കാരയെ ഒരു വാളെടുത്ത് കഴുത്തറുത്ത് കൊടൂരമായി കൊല്ലുന്നു. കലിങ്ക തന്നെയാണ് അങ്കാരയുടെ തലയില്ലാത്ത ആ ജഡത്തെ മരത്തിൽ കെട്ടിത്തൂക്കിയത്. എന്നിട്ട് ഭാര്യയെ മലമുകളിലെ ഒരു വീട്ടിൽ പൂട്ടിയിടുന്നു. കലിങ്ക കരുതുന്നത് അനസൂയ അങ്കാരയെ ഇഷ്ടപ്പെടുന്നത് അയാൾ ഭൂതവേഷം കിട്ടുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവനും ആ ഭൂതത്തിൻ്റെ വേഷമണിഞ്ഞ് ആ ഗ്രാമവാസികൾ വിശ്വസിക്കുന്ന ഭൂതമാണ് താനെന്ന രീതിയിൽ വേഷം കെട്ടി ഓരോ ദിവസവും അവളെ ഭയപ്പെടുത്തുന്നു. അവിടുന്ന് 11ാമത്തെ ദിവസം അയാൾ തന്നെ ആ ഭാര്യയെ കൊടൂരമായി കൊല്ലുന്നു. അതിൽ പിന്നെ എല്ലാ വർഷവും അതേ ദിവസം അയാൾ ഇത് ആവർത്തിക്കുവാണ്. എന്നാൽ അപ്പോഴാണ് തൻ്റെ ഭാര്യയുടെ 11ാമത്തെ ദിവസമാണ് ഇന്നെന്ന കാര്യം ഹീറോ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പേടിച്ചു പോയ അവൻ എങ്ങനെയെങ്കിലും തൻ്റെ ഭാര്യയെ രക്ഷിക്കണമെന്ന് കരുതി ആ മലമുകളിലേക്ക് പോകുവാണ്. അതേസമയം മലമുകളിലെ ആ വീട്ടിൽ ഭൂതവേഷം കിട്ടിയ കലിങ്ക ഹരിണിയെ ഭയപ്പെടുത്തുവാണ്. ആത്മാർത്ഥമായി പ്രണയിച്ചിട്ടും നീ എന്നെ എന്തിനു ചതിച്ചുവെന്ന് അയാൾ അവളോട് ചോദിക്കുന്നു. കലിങ്ക ഓരോ ഗർഭിണിയെ കൊണ്ടുവരുമ്പോഴും അത് തൻ്റെ ഭാര്യയായ അനസൂയയാണ് കരുതുന്നത്. അയാൾ നീ നിന്റെ കള്ളക്കാമുകനായ അങ്കാരയുടെ അടുത്ത് തന്നെ പൊക്കോളൂ എന്ന് പറഞ്ഞ് വാളെടുത്ത് അവളെ കൊല്ലാനൊരുങ്ങിയതും അവിടെ വന്ന ഹീറോ അയാളെ തട്ടിമാറ്റുന്നു. പിന്നീട് അവർ തമ്മിൽ പൊരിഞ്ഞ സംഘടനമാകുന്നു. ഒരു വിധത്തിൽ അയാൾ അടിച്ചിട്ടിട്ട് ഹീറോ വീണ് കിടന്ന കലിങ്ക എഴുന്നേറ്റ് അവളെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നു. ഇത് മനസ്സിലാക്കിയ ഹീറോ അവിടുന്ന് ഒഴിഞ്ഞു മാറിയതും ആ വാളുകൊണ്ട് തന്നെ അയാൾ അവിടെ വീണ് മരണപ്പെടുവാണ്. അടുത്ത സീനിൽ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ ഹരിണിയെ പ്രസവത്തിനായി കൊണ്ടുപോയിരിക്കുവാണ്. പുറത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഹീറോയോട് സന്ധ്യ തനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാൻ തുടങ്ങിയതും ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നു. എന്നാൽ ആ കുഞ്ഞിനെ കണ്ട സന്ധ്യയാവട്ടെ തൻ്റെ മനസ്സു മാറി ഹീറോയുടെ ജീവിതത്തിൽ ഒരു തടസ്സമാകരുതെന്ന് കരുതി സ്വയം ഒഴിഞ്ഞു മാറി നടന്നു പോകുവാണ്. അതേസമയം ഹരിണിയാവട്ടെ ഹീറോയെ കണ്ടപാടെ താൻ സത്യങ്ങൾ മറച്ചുവെച്ചെന്ന് പറഞ്ഞ് അവനോട് മാപ്പ് ചോദിക്കുന്നു. അത് സാരല്ലെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ആ കുഞ്ഞിനെ ചേർത്ത് നിർത്തുന്നത് കാണിച്ച് ആ മൂവി അവിടെ ഉണ്ടാകുവാണ്.